ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കൂന്തൽ റോസ്റ്റ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി 1.5 കിലോ കൂന്തൽ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഒന്ന് തിരുമിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കുറച്ച് വേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം ഒന്നുകൂടി കൂട്ടി യോജിപ്പിക്കാം. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാൻ ആവശ്യമായ ഒരു മൺചട്ടി എടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് കൂന്തൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ഓയിലുമായി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഒരു മൂടി കൊണ്ട് അടച്ച് വേവിച്ചെടുക്കാം. കൂന്തൽ നന്നായി വെന്ത് കിട്ടുന്നതിന് ഒരു 10 to 15 മിനിറ്റ്സ് എടുക്കും. വേവിക്കുമ്പോൾ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കൂന്തൽ ഒന്ന് തിളച്ച് വരുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അത് മതിയാകും കൂന്തൽ വെന്ത് കിട്ടാനായിട്ട്. ഇതൊന്ന് തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പിന്നീട് തിളച്ച് വെള്ളം വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇത് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. വെള്ളം മുഴുവനായി വറ്റിച്ചെടുക്കരുത്, ഒരല്പം ചാറ് അതിൽ ബാക്കി വെച്ചേക്കണം. ഇനി ഇത് റോസ്റ്റ് ചെയ്തെടുക്കാൻ ആവശ്യമായ ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകും വേപ്പിലയും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം. തീ ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് നന്നായി വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തതിന് ശേഷം 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. തക്കാളി കഷ്ണങ്ങൾ ഒന്ന് ഉടച്ചു കൊടുത്താൽ എണ്ണയിൽ കിടന്ന് നന്നായി മൊരിഞ്ഞു കിട്ടും. ഇപ്പോൾ ഇത് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, വീട്ടിൽ പൊടിച്ചതാണെങ്കിൽ വളരെ നല്ലത്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് ചൂടാക്കിയെടുക്കാം. തീ വളരെ ലോ ഫ്ലെയിമിലിടണം, അല്ലെങ്കിൽ പൊടികൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച കൂന്തൽ ചാറോടുകൂടി ചേർത്ത് കൊടുക്കാം. ഇത് മസാലയിലേക്ക് നന്നായി ചേർന്ന് വരുന്നത് വരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ കൂന്തൽ വേവിച്ച പാത്രത്തിലേക്ക് തന്നെ 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ കിടന്ന് പതുക്കെ വെന്ത് ചാറൊക്കെ വറ്റി ഒന്ന് റോസ്റ്റായി വരണം. നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി വേണമെങ്കിൽ അങ്ങനെയും എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ നന്നായി വെള്ളം വറ്റിച്ച് വരട്ടിയാണ് എടുക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഈ സമയത്ത് ഉപ്പ് നോക്കി പോരാത്തതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എരിവ് കൂടുതൽ വേണ്ടവർക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ രുചികരമായ കൂന്തൽ റോസ്റ്റ് റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും എന്നെ അറിയിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും